വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ തീരുമാനവുമായി കൊച്ചി മെട്രോ അധികൃതർ. യാത്രാ സർവീസുകൾക്ക് പുറമെ ചരക്ക് ഗതാഗതം കൂടി ആരംഭിക്കാനാണ് പദ്ധതി. ലഘു വിഭാഗത്തിൽ വരുന്ന ചരക്ക് ഗതാഗതമായിരിക്കും നടത്തുക. മെട്രോ സർവീസുകൾ ഉപയോഗിച്ചുള്ള ചരക്ക് ഗതാഗതത്തെ അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് പുതിയ നീക്കം. ചെറുകിട ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും നഗരത്തിലുടനീളം അവരുടെ സാധനങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ ഈ സംവിധാനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. വരുമാനത്തിൽ കൂടുതൽ വർധനവും KMR ലക്ഷ്യമിടുന്നുണ്ട്. നഗരത്തിലെ ലോജിസ്റ്റിക്സ് സംവിധാനം നിലവിൽ പ്രധാനമായും ആശ്രയിക്കുന്നത് റോഡ് ഗതാഗതത്തെയാണ്. മലിനീകരണം ഉണ്ടാക്കുന്ന റോഡ് ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. യാത്രക്കാർക്ക് യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാക്കാതെ പദ്ധതി നടപ്പാക്കാനാണ് KMRL ഉദ്ദേശിക്കുന്നത്. തിരക്കില്ലാത്ത സമയങ്ങളിലായിരിക്കും ചരക്ക് ഗതാഗതം നടത്തുക. പ്രത്യേകിച്ച് അതിരാവിലെയും രാത്രിയിലും മാത്രം ചരക്ക് സർവീസുകൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പഠനം നടത്തി നിരക്ക് നിശ്ചയിക്കുന്നതാണ്. ഉടൻ തന്നെ നിയമചട്ടക്കൂടും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. അനുവദനീയമായ ചരക്ക് വസ്തുക്കൾ, അളവുകൾ, ഭാരം, സ്വീകാര്യമായ കൈമാറ്റ സമയം തുടങ്ങിയ ഘടകങ്ങൾ പഠനത്തിൽ ഉൾപ്പെടുത്തും. കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ ഡൽഹി മെട്രോ ട്രെയിനുകളിൽ പ്രത്യേക കാർഗോ കമ്പാർട്ട്മെന്റുകൾ ചേർക്കണമെന്ന നിർദ്ദേശം ഉന്നയിച്ചത് ഈ മാസം ആദ്യമാണ്. നഗരങ്ങളിലെ ബിസിനസ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായാണ് ഇതെന്നും മനോഹർ ലാൽ പറഞ്ഞിരുന്നു. നഗരങ്ങൾക്കുള്ളിലെ ചരക്ക് നീക്കത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം വിവിധ മെട്രോ ഏജൻസികളോട് ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചി മെട്രോയിൽ പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് അടുക്കുക കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മെട്രോ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2024 ജൂലൈ മുതൽ മാസത്തിൽ കുറഞ്ഞത് 20 ദിവസമെങ്കിലും യാത്രക്കാരുടെ എണ്ണം ശരാശരി 1 ലക്ഷമാണ്. 2022-23 പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം 68,168 ആയിരുന്നെങ്കിൽ 2023-24 ഇത് 88,292 ഉയർന്നു. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മെട്രോ സ്റ്റേഷനുകളുടെ പേരിനൊപ്പം തങ്ങളുടെ പേരും ചേർക്കുന്നതിന് കമ്പനികൾ വലിയ താൽപര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ആലുവ തൃപ്പൂണിത്തുറ പ്രധാന പാതയിൽ 25 മെട്രോ സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിൽ 18 എണ്ണത്തിന്റെയും കോ ബ്രാൻഡിംഗ് നടപ്പാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന 7 സ്റ്റേഷനുകൾ ക്രോ ബ്രാൻഡിംഗിനായി KMRL തുറന്നിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ ടെർമിനൽ, എറണാകുളം സൗത്ത്, MG റോഡ്, വൈറ്റില, കലൂർ, മഹാരാജാസ് കോളേജ്, കടവന്ത്ര എന്നീ സ്റ്റേഷനുകളാണ് അവ. വളരെ തിരക്കുള്ള ജനങ്ങൾ ധാരാളമായി എത്തുന്ന സ്റ്റേഷനുകളായതിനാൽ കോ ബ്രാൻഡിംഗിനായി കമ്പനികളെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് അധികൃതർ കരുതുന്നു. എറണാകുളം സൗത്തിന് പ്രതിവർഷം 52 ലക്ഷം രൂപ, MG റോഡ്, വൈറ്റില, കലൂർ, മഹാരാജാസ് കോളേജ്, കടുവന്ത്ര, തൃപ്പൂണിത്തുറ ടെർമിനൽ എന്നിങ്ങനെയാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനാണ് കോ ബ്രാൻഡിംഗ് സംവിധാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നത്. ആലുവ സ്റ്റേഷൻ ഫെഡറൽ ബാങ്കും ഇടപ്പള്ളി ഇന്ത്യൻ ഓയിലും തൃപ്പൂണിത്തുറ വടക്കേക്കോട്ട സ്റ്റേഷൻ മിൽമയുമാണ് കോ ബ്രാൻഡിംഗ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനുകളുടെ പ്രവേശന എക്സിറ്റ് പോയിന്റുകളിലും മെട്രോ ട്രെയിനുകൾക്കുള്ളിലും സ്റ്റേഷന്റെ പേരുകളോടൊപ്പം കമ്പനികളുടെ പേര് പ്രദർശിപ്പിക്കും. ട്രെയിനുകൾക്കുള്ളിലെ അറിയിപ്പുകളിൽ സ്റ്റേഷനുകളെ അവയുടെ കോ ബ്രാൻഡിംഗ് പേരുകളോടൊപ്പം അനൗൺസ് ചെയ്യുക തുടങ്ങിയ കോ ബ്രാൻഡിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.